മുംബൈ നഗര തിരക്കുകൾക്കിടയിൽ കടലോരത്ത് തകർന്നടിഞ്ഞൊരു കോട്ട പോലെ നിൽക്കുന്ന ഒരു കെട്ടിടമുണ്ട്. അതാണ് മുകേഷ് മിൽസ്. ദക്ഷിണ മുംബൈയിലെ കൊളാബയിലുള്ള ഈ പഴയ മിൽ ഇന്ന് മുംബൈയിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിലൊന്ന് എന്ന നിലയിൽ കുപ്രസിദ്ധമാണ്. ഒരു കാലത്ത് ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നതാണ് ഈ തുണിമിൽ. 1980കളിലെ ആ ദുരൂഹമായ തീപിടുത്തത്തിനു ശേഷമാണ് ഇതൊരു ശപിക്കപ്പെട്ട ഇടമായി മാറിയത്. 1870കളിൽ മുൽജി ഭായ് മാധ്വാനി എന്ന ബിസിനസ്സുകാരനാണ് ഈ മില്ല് സ്ഥാപിച്ചത്. മുംബൈയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മില്ലുകളിൽ ഒന്നായിരുന്നു അത്. മുകേഷ് മിൽസിന്റെ ചരിത്രം മാറുന്നത് 1982ലാണ്. വൻ തീപിടുത്തത്തിൽ മില്ലിന്റെ ഭൂരിഭാഗവും നശിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ എത്ര പേർ മരിച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായ കണക്കുകളില്ല. അന്നു മുതൽ ഈ സ്ഥലം ശപിക്കപ്പെട്ടതാണെന്ന വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉറച്ചു. മരിച്ച തൊഴിലാളികളുടെ ആത്മാക്കൾ ഇന്നും അവിടെ അലഞ്ഞു തിരിയുന്നു എന്നാണ് പലരുടെയും വിശ്വാസം. മില്ല് അടച്ചുപൂട്ടിയതോടെ അവിടം സിനിമകളുടെയും പരസ്യങ്ങളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷനായി മാറി. എന്നാൽ ഷൂട്ടിങ്ങിനെത്തിയവർക്കുണ്ടായ ചില അനുഭവങ്ങളാണ് മുകേഷ് മിൽസിനെ പ്രേത കേന്ദ്രമായി മുദ്ര കുത്താനിടയാക്കിയത്. ഒരിക്കലും ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഒരു നടി പെട്ടെന്ന് വിചിത്രമായ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുകയും എല്ലാവരോടും അവിടെ നിന്ന് ഉടൻ പുറത്തു പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ആ നടിയുടെ ശബ്ദം ഒരു പുരുഷൻ്റെതായി മാറിയതോടെ എല്ലാവരും ഭയന്ന് ഓടിപ്പോയത്രേ. രാത്രികാലങ്ങളിൽ മില്ലിനുള്ളിൽ നിന്നൊരു കൊച്ചുകുട്ടി കരയുന്ന ശബ്ദം കേൾക്കാറുണ്ടെന്ന് സമീപവാസികളും സുരക്ഷാ ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ പരിശോധിക്കുമ്പോൾ അവിടെ ആരെയും കാണാറില്ലെന്നും അവർ പറയുന്നു. മില്ലിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ക്യാമറകൾ വെക്കുമ്പോൾ അവ പെട്ടെന്ന് ഓഫായി പോവുകയോ അല്ലെങ്കിൽ ഫിലിം നശിച്ചു പോവുകയോ ചെയ്യുമെന്ന് പല സംവിധായകരും പറയാറുണ്ട്. പുറത്തു കൊണ്ടുവരുമ്പോൾ ഇവ കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യുമത്രേ. രാത്രികാലങ്ങളിൽ മില്ലിന്റെ ഉൾഭാഗത്തേക്ക് പോവാറില്ലെന്ന് സുരക്ഷാ ജീവനക്കാർ തന്നെ പറയുന്നു. പുകവലിക്കുന്ന ഒരാളുടെ നിഴൽ മില്ലിനുള്ളിൽ കണ്ടിട്ടുണ്ടെന്നും ചിലപ്പോൾ ആരോ തള്ളുന്നതായി തോന്നാറുണ്ടെന്നും കല്ലുകൾ വന്ന് വീഴുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളതായും അവർ പറയുന്നു. ചില സമയങ്ങളിൽ മില്ലിനുള്ളിൽ നിന്ന് തുണി നെയ്യുന്ന യന്ത്രങ്ങളുടെ ശബ്ദം കേൾക്കാറുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. മുകേഷ് മിൽസ് കടലിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ വേലിയേറ്റ സമയങ്ങളിൽ ഈ പരിസരം കൂടുതൽ ഭയാനകമായി മാറാറുണ്ട്. ഇവിടുത്തെ തകർന്ന ചിമ്മിനികളും കരിപിടിച്ച ചുമരുകളും പ്രേത സിനിമകളിലെ രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഒരു ടൂറിസ്റ്റ് ആകർഷണമല്ലെങ്കിലും സാഹസികത ഇഷ്ടപ്പെടുന്നവരും പാരാനോർമൽ ആക്ടിവിറ്റികളിൽ താല്പര്യമുള്ളവരും ഇപ്പോഴും ഇവിടേക്ക് വരാറുണ്ട്.